ചില ദിവസങ്ങളിൽ ലച്ചു എന്നെ അടുക്കളയിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അവളെ തടയാറൊന്നുമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനത് വിട്ടു കൊടുക്കും കേട്ടോ അവൾക്കായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യണം അവൾ. എനിക്ക് ചപ്പാത്തി മാവ് കുഴച്ച് തരികയാണ് കേട്ടോ. കുഴച്ച് ഈ ഒരു പരുവത്തിൽ എനിക്ക് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. ഞാൻ ബാക്കിയുള്ള മാവ് അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കാൻ വല്ലാത്തൊരു മടിയുള്ള ഒരാളാണ്. പെട്ടെന്ന് നമ്മൾ ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പി കിട്ടിയത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള എറിഞ്ഞിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടി കിട്ടും. നമുക്ക് ഒരുപാട് മൊരിഞ്ഞിട്ടൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനകത്തൊരു പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം എരിവ് കുറച്ച് ഉള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടി, ഒരു തക്കാളി അല്ല കേട്ടോ, ഒരു 2-3 തക്കാളി എടുത്തിട്ട് ഞാൻ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാനൊക്കെ ഒന്ന് തെന്നിമാറി പോകുന്നുണ്ട്. ചെറിയ പാനായി പോയിട്ടാണ് ഞാൻ എടുത്തത്, സാരമില്ല. അത് നമ്മൾ ഇതിൽ തക്കാളി കൂടി ഇട്ടിട്ടേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്താണ് കേട്ടോ നമുക്ക് മസാലപ്പൊടീസ് ചേർക്കേണ്ടത്. അപ്പോൾ ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാതെ ഉപ്പ് ചേർത്തിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാൻ എരിവ് കുറവായിട്ടാണ് ഇടുന്നത്. ലച്ചു കഴിക്കില്ല കേട്ടോ, എരിവ് കൂടിക്കഴിഞ്ഞാൽ ആൾ തൊടില്ല പിന്നെ കറി. അപ്പോൾ 1 ടീസ്പൂണ് ഞാൻ എന്താ പറയുക മുളകും കൂടി ചേർത്തിട്ടുണ്ട്. അത് പോരാതെ ഒരു ടേബിൾ സ്പൂൺ വന്നിട്ട് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. നല്ല തിളപ്പിച്ച് വെച്ച വെള്ളം ആ ഒരു ചൂട്ടോടു കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രേവി പരുവത്തിലാവണം നമ്മുടെ കറി. അങ്ങനെ നമ്മൾ ഈ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മക്കളെ നമ്മുടെ ചപ്പാത്തിക്കുള്ള ഇന്നത്തെ കറി. വളരെ സിമ്പിളല്ലേ. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ചപ്പാത്തി ഞാൻ ഈസി ആയിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളിതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മാത്രമാണ് ചെയ്യണമെന്ന് അറിയാമല്ലോ. ഞാൻ ഇതുപോലെ ഒന്ന് എന്താ പറയുക, നമ്മുടെ പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കും. അതിനുശേഷം അപ്പുറത്തുള്ള ബർണർ കത്തിക്കും. എന്നിട്ട് ചപ്പാത്തി നേരെ അതിനകത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചപ്പാത്തി കിട്ടും കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ചപ്പാത്തിയും റെഡി. അപ്പോൾ നമ്മുടെ